അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. അപ്പോൾ കുറേ നിസ്കാരങ്ങളുണ്ടായാൽ ആദ്യത്തേന് ബാങ്കും ഇഖാമത്തും, പിന്നുള്ളതെല്ലാം ഇഖാമത്ത് മാത്രം കൊടുക്കണം എന്നുള്ളതാണ്. ആ ബാങ്കിന് സമയമാവണം. പക്ഷേ സുബി അല്ലാത്ത എല്ലാ സമയത്തിലും ബാങ്ക് സമയമാണ്. സുബിക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ തന്നെ ബാങ്ക് കൊടുക്കാം. സുബിക്ക് ബാങ്ക് രണ്ടുണ്ട്. ഹറമിൽ ഹജ്ജിനൊക്കെ പോയാൽ അറിയാമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ പൊന്നാനിയിൽ ഇന്നുകൊണ്ട് 2 ബാങ്ക്, തഹജ്ജുദിൻ്റെ ബാങ്ക്. പക്ഷേ ഇവിടെ മറ്റുള്ള സ്ഥലത്ത് 5 ബാങ്ക് മാത്രമേ ഉള്ളൂ. അതില്ലാത്ത സ്ഥലത്ത് സുന്നത്ത് ഹയാത്താക്കിയിട്ട് ഇതര മതസ്ഥർക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾ മാത്രം കേന്ദ്രമുള്ള സ്ഥലത്താണെങ്കിൽ ഹയാത്താക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പല സുന്നത്ത് ഹയാത്താക്കുന്നവരാണ്. നമ്മളില്ലാത്ത പുതിയ വിധേയത്ത് സുന്നത്ത് ഉണ്ടാക്കുന്ന നമുക്കുള്ള സുന്നത്ത് ഹയാത്താക്കൊക്കെ ചെയ്യാം. വെറും മുസ്ലിം പ്രദേശമുള്ള ഒരു പ്രദേശം അങ്ങനത്തെ പള്ളി ഉണ്ടായാൽ ആ സുബിക്ക് 1/2 മണിക്കൂർ പോയിട്ട് വാങ്ങ് കൊടുത്താൽ ജമാഅത്തിന് ആൾ കിട്ടുമല്ലോ. പിന്നെ അത് നടപ്പിലാക്കി കുഴപ്പമുണ്ടാക്കരുത്. സുബിക്ക് 2 ബാങ്കുണ്ട്, സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, അതിന് 2 മുക്രിയും സുന്നത്തുണ്ട്. അത് 2 ഒരു മുക്രിയാത്. കാരണം ഇതേത് വാങ്ങാനാക്കി തിരിയണമെങ്കിൽ ബാങ്ക് കേൾക്കണം. വർക്കുന്ന കൊടുത്ത് കിടന്നാലേ എല്ലായിടത്തും മൊബൈലും വാച്ചുന്നുള്ള കിതാബ് ഉള്ള കാലത്തല്ല കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ പള്ളിയിലെ വാങ്ക് സുബിക്ക് 1ാമത്തെ വാങ്ങോ 2ാമത്തെ വാങ്ങോ തിരിയാൻ വേണ്ടി ആ 2 ആളാവർ നല്ലതാണ് എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ സമയമാവണം. പിന്നെ അതുപോലെ ബാങ്ക് തർത്തീബ് നിർബന്ധമാണ്, മുവാലാത്ത് നിർബന്ധമാണ്. ഒരു അതിൻ്റെ അടിയിൽ കൂടുതൽ സമയം ഉണ്ടാവരുത്. ഇടയ്ക്ക് വിട്ട് കുറച്ച് സമയം നിന്ന് പോയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വഴിയാവണം തർത്തീബ്. അടി സമയം കഴിയും. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആൾ പുരുഷനാവണം. ആണ് ബാങ്ക് കൊടുത്താലേ പറ്റും. മുസ്ലിം ആവണം. കേസറ്റൊന്നും പറ്റാൻ പോരാ. കേസറ്റ് വേദ വെച്ച് ബാങ്ക് പറ്റില്ല. പിന്നെ ഉളുവില്ലാത്തൊരു ബാങ്ക് കൊടുക്കൽ കറാഹത്താണ്. ഇഖാമത്ത് ഏറ്റവും ശക്തിയായ കറാമത്താണ്. ഉളുവില്ലാണ്ട് ബാങ്ക് കൊടുക്കുക. അത് ജനാപത്തോടുകൂടി ബാങ്ക് കൊടുക്കലോ അതിനേക്കാൾ ശക്തിയായത്. ജനാപത്തുള്ള ആൾ ബാങ്ക് കൊടുക്കുമോ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി? ചിലപ്പം ബാങ്ക് കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ ഓനെക്കൊണ്ട് ബാങ്ക് കൊടുപ്പിച്ചാൽ പറ്റുമോ? കറാഹത്താണ്. അപ്പോൾ ഇതെല്ലാം ബാങ്കിൻ്റെ നിബന്ധനകളാണ്. സമയമാവണം, പുരുഷനാവണം, തമ്മീസുള്ള കുട്ടിയാവണം, പ്രായപൂർത്തിയാവണം എന്നില്ല, മുസ്ലിമാവണം, ശുദ്ധിയുള്ളവനാവൻ സുന്നത്താണ്. അതും ഇന്ന് മിക്കവാറും ശ്രദ്ധിക്കപ്പെടാത്ത, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കൊടുക്കുന്നവർ തന്നെ ഒഴിവില്ലാതെ ബാങ്ക് കൊടുക്കുന്ന കാലം ഇതൊക്കെ. കാരണം ഒരു സുന്നത്ത്, പ്രധാന സുന്നത്തുകൾ ഒഴിവാക്കുന്നതിലൊന്നും ഇന്നലെയൊക്കെ ഞാൻ ചില വിഷയം പറഞ്ഞതുപോലെ നമുക്കതിലൊന്നൊരു പ്രശ്നമില്ല. കാല് കഴുകുന്ന അവസരത്തിൽ കൈ കൊണ്ട് തേച്ച് കൈയിൻ്റെ വിരലുകൊണ്ട് തേച്ച് കഴുകാത്ത ഒരൊളു നമ്മളെ മുമ്പാഗാമികളെ ഒന്നും പഠിക്കാൻ യാതൊരു സൗകര്യമില്ലാത്ത ഉമ്മാമിയും ഉപ്പാപ്പയും കാലുമാണെങ്കിൽ ഇന്ന് ആ കാലിൻ്റെ ഓരോരോ വിരലും നഖവും പിടിച്ച് തേക്കുന്ന അവസ്ഥ കാണാം. ഇന്നോ മണങ്ങില്ല, കാരണം കുടഞ്ഞ് വലുതാന്നല്ലോ. പക്ഷേ എങ്കിൽ ഇരുന്ന് കൊടുക്കാനുള്ള സൗകര്യമില്ലേ? തേച്ച് ദിവസം. അതുപോലെ ബാങ്കിലും ഈ വക വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ. അതായത് ബാങ്ക് ഒന്നുമില്ലാതെ ബാങ്ക് കൊടുക്കുക. പള്ളികളിലെല്ലാം പലപ്പോഴും വ്യാപിച്ചു വരുന്നു. അതുപോലെ ബാങ്കിൽ തെർജീ എന്നിട്ട് സുന്നത്തുണ്ട്. തെർജീ അല്ലാഹു അക്ബർ 4 പറഞ്ഞിട്ട് കുറച്ച് ശബ്ദം കുറച്ച് അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ്, അത് നല്ല സുകാര്യം വരണ്ട, മറ്റത്ര ശബ്ദം വേണ്ട. അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു റസൂലുള്ളാഹി. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആൾ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ തെർജിയൊന്നും ഇല്ലാതായിട്ട് കാലം കുറേയായി. സുന്നത്തൊക്കെ ഹയാത്താകുമ്പോൾ അധികം പള്ളിയിലും തെർജിയില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വാങ്ങി പലപ്പോഴും. ഇതൊക്കെ നമ്മൾ ഉണർത്തി കൊടുക്കണം. ഈ പ്രധാന സുന്നത്ത് ഒഴിവാക്കുക. അതേ സമയത്ത് ചെറിയൊരു സുന്നത്തൊക്കെ മറന്നുപോയതിൻ്റെ പേരിൽ മരിക്കുന്നവരെ പുഞ്ചിരിക്കാത്ത മഹാന്മാർക്കുണ്ടായിരുന്നു. ഒതുവിലൊക്കെ അവയവങ്ങൾ തേച്ച കയറി ഒരു പ്രാവശ്യം എന്തോ മറന്നു പോയിട്ടേ പിന്നീട് എത്രയോ അയാളെ മേലെ പുഞ്ചിരിക്കുന്നില്ല. എന്താണിങ്ങനെ? ഞാനൊരു പ്രാവശ്യം ഒതുവിലുള്ള ദൽക്ക് മറന്നുപോയി. ഈ മുഖവുമായി ഞാൻ എങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ പോകുക എന്ന് ഓർത്തിട്ട് ഒരു സുന്നത്ത് ഒഴിവാകുന്നൊക്കെ വലിയ ബേജാറാണ്. നമുക്കിപ്പോൾ ഒന്നും പ്രശ്നമില്ല. ഒന്നുമില്ലാണ്ട് വാങ്ങി കൊടുക്കരുത്. അത് മുത്തലിങ്ങളായാലും അല്ലാത്തവരായാലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രോതാക്കളുള്ളവർ അങ്ങനെ. പിന്നെ ബാങ്കിൽ തെർജീ സുന്നത്താണ്. ആ ബാങ്ക് കൊടുക്കുമ്പോൾ തെസ്ബീബ് ഹയ്യ അല്ലാഹു അക്ബർ കഴിഞ്ഞ ശേഷം ഷഹാദത്ത് കലിമ ആവർത്തിക്കുക, പിന്നെ ഒച്ചത്തിൽ പറയുക. തെസ്ബീബ് എന്നിട്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ സദഖത്ത വബരിർത്ത എന്ന് പറയുക. ബാക്കി എല്ലാ ബാങ്കിൻ്റെ കലിമത്തുകളും
ബാങ്കിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ പറയും പോലെ പറയുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹയ്യ അല സ്വലാത്തിന് പറയും പോലെ പറയലല്ല. അവിടുന്ന് കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതെന്നെല്ലാം ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയും പോലെ പറയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ, അവൻ മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെയാണ് ഈ ബാങ്കിൻ്റെ ഇജാബത്ത് പറയേണ്ടത്. അല്ലെങ്കിൽ എന്താ ഹയ്യാരസ അതുപോലെ പറഞ്ഞാൽ പോലെ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഹയ്യ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യാരസ്സലാ കേൾക്കുന്ന ഹയ്യാരസ്സലാ ഹയ്യൽ ഫലാ ഹയ്യൽ ഫലാ. അങ്ങനെയല്ല. മുക്രി വള്ളിയിൽ നിന്ന് വാങ്ങുക അല്ലാഹു അക്ബർ എന്ന് പറയുമ്പം അതെ, നീ പറയുന്ന മുക്രി നീ പറഞ്ഞ ശരിയാ, അള്ളാഹു തന്നെയാണ് എനിക്കും വലുത്, അള്ളാഹു തന്നെയാണ് ഏറ്റവും വലുത്, ഞാൻ സമ്മതിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും ഷഹാദത്ത് കലിമയിലൊന്നും അല്ലാഹ് അല്ലാതെ ഇലാഹില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അന്റെയും റസൂലാണ്, ഞാനും സാക്ഷിക്കുന്നു. ഹയ്യ അലസ്സലാഹ്, എല്ലാവരും പള്ളിയിലേക്ക് വരൂ എന്ന് പറയുമ്പം അവിടെ ഇങ്ങോട്ട് വിളിക്കണം. ഹയ്യ അലസ്സലാഹ് അല്ല, അവിടെ എന്തേ പറഞ്ഞ മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. മുക്കരിക്കാൻ വിളിക്കുമ്പോൾ ഹയ്യ അലസ്സലാത്ത് എന്ന് പറഞ്ഞാൽ ഹയ്യ അലസ്സലാത്ത് പറയാത്തെന്തുകൊണ്ട്? വെറും ഒരു പൂജാപ്പാട്ടല്ല. കാരണം അയാൾ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കല്ല. പിന്നെ എന്ത് വേണം? എന്നാൽ പിന്നെ നഅം എന്ന് പറഞ്ഞൂടെ വിളിക്കുമ്പോൾ? അതെ, ഞാൻ ഉടനെ വരുന്ന മുക്കരിക്കാം, എന്നെ കാത്തു നിൽക്കും. ഇല്ല, ഹയ്യ അലസ്സലാ, നിങ്ങൾ നല്ല കാര്യത്തിലാണ് ക്ഷണിക്കുന്നതെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ലാ ഹൗല, ദോഷങ്ങളെ തൊട്ട് തെറ്റാനുള്ള കഴിവില്ല, വലാ ഖുവത, ഇബാദത്തിന് ചെയ്യാനുള്ള കഴിവും, നീ പള്ളിയിലേക്ക് വിളിക്കുന്നെങ്കിലും പള്ളിയിൽ വരാനുള്ള കഴിവ്, പള്ളിയിൽ നിന്ന് ഹൗദിൽ നിന്ന് ഒതുവെടുക്കാനുള്ള കഴിവ്, ഒതുവെടുത്ത ഞാൻ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ ആ കഴിവ് അള്ളാഹു തരാതെ നിവൃത്തിയില്ല മുക്രീ. അപ്പം മനസ്സിലാക്കിയിട്ട് ആ വിജാപത്ത്. കാരണം നമുക്കറിയാമല്ലോ എത്ര ആളും പള്ളിയിൽ അതിനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകും കഴിഞ്ഞ് വീണ് മരിച്ചു, ഹൗദും കരഞ്ഞ് ഒതുവെടുക്കാൻ തളർന്ന് വീണ് മരിച്ചു, ഒതുവെടുത്ത് പള്ളിയിൽ കയറിയപ്പം കൊഴിഞ്ഞ് വീണ് മരിച്ചു. അതുകൊണ്ടാണ് മുക്രി ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ മനസ്സാന്നിധ്യത്തോടുകൂടി പറയണം. ലാ ഹൗല വലാ ഖുവത, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ വിളിച്ച നല്ല മഹത്തായ കാര്യമാണ്, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഇതാ ഞാൻ എത്തിപ്പോയി, ഞാൻ വരുന്നെന്ന് ഉറപ്പ് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു കാലെടുത്ത് മുമ്പിൽ വെക്കണമെങ്കിൽ, ഉദു ചെയ്യണമെങ്കിൽ, ഉദു ചെയ്ത കാലെടുത്ത് പള്ളിയിലേക്ക് വെക്കണമെങ്കിൽ, പള്ളി കയറിയ അകത്തേ പള്ളിയിലേക്ക് ചെന്ന് അവിടുന്ന് ഒന്നാം സഭയിലേക്ക് എത്തണമെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് തരണം. അല്ലാഹ് ഇല്ലെങ്കിൽ നമ്മൾ അനുഭവത്തിൽ കാണുന്നതാണല്ലോ. ഒന്നാം സപ്പിലെത്തുന്നു, നിസ്കരിക്കാൻ കൈകെട്ടി പൂർത്തിയാകുന്ന ഒന്നാമത്തെ സുജൂദ് മറിഞ്ഞ് വീട് മരിച്ചു. നല്ല മരണം, അങ്ങനെയുള്ള നല്ല മരണം അള്ളാഹു തരാൻ നമ്മളെ കൽപ്പിക്കട്ടെ. നല്ല അവസ്ഥയിൽ അള്ളാഹു ഒരു നല്ലൊരു മരണമാണ്. എത്രയോ ആൾ ഒന്നാം മാസത്തിലൊക്കെ സുജൂദിലൊക്കെ ഒരു നല്ല ലക്ഷണമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് നല്ല അള്ളാഹ് പൊരുത്തപ്പെടുന്ന അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ പറയുന്നത് ബാങ്കിൻ്റെ ഇജാബത്തൊക്കെ അശ്രദ്ധമായി ചെയ്യരുത്. അസ്സലാത്തു ഖൈറുൻ മിന്നൗം എന്ന് സദഖത്ത് അവർ നിങ്ങൾ പറഞ്ഞു ശരിയാ. അങ്ങനെ പറഞ്ഞ പോലെ പറയൽ ഓരോരുത്തരും. അപ്പോൾ ഒരാൾ കുറേ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിലോ ഇപ്പം നമുക്ക് കേൾക്കാമല്ലോ വലിയ സ്ഥലത്തും. എന്നാൽ എല്ലാത്തിനും മറുപടി പറയണം. ആദ്യത്തെ ബാങ്കിൻ്റെ ഇജാബത്ത് ശക്തിയായ സുന്നത്താണ്. ചിലപ്പം നമ്മൾ രാവിലെ നടന്നു പോകുമ്പം കാർജാ പോകുന്നു, അല്ലെങ്കിൽ അപ്പുറത്തുമുണ്ട് ഹയ്യ അലസ്സലാഹ്, അപ്പുറം കേട്ടില്ല. എന്നാൽ എന്ത് വേണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു റസൂൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കേട്ടതിനും കേൾക്കാത്തതിനും മറുപടി പറയണം. നമ്മൾ ഹയ്യ അലസ്സലാത്ത് ആദ്യം കേൾക്കുന്നു, ചിലപ്പോൾ എന്താവും ബാങ്ക് കേൾക്കും, നമ്മൾ നടന്നു പോവുക, ഇപ്പുറം ഹയ്യ അലസ്സ, പിന്നെ അതിൻ്റെ അപ്പുറം കേൾക്കുന്നില്ല, അതിൻ്റെ അപ്പുറം കൊടുക്കുന്നുണ്ടാവുമല്ലോ, അതും കൂടി മറുപടി പറയാം. അപ്പം ബാങ്ക് പകുതി കേട്ടാൽ കേട്ടതിൻ്റെ മുമ്പോ ശേഷമോ കഴിഞ്ഞതും കൂടി ഇജാബത്ത് ചെയ്യുക. കുറേ ബാങ്ക് കേട്ടാൽ എല്ലാത്തിനും ഇജാബത്ത് ചെയ്യുക, ആദ്യത്തേനും ശക്തിയായ. അപ്പം ശബ്ദം പക്ഷേ ഒരു മൂളക്കം വെറും ബാങ്ക് കേൾക്കുന്ന മൂളക്കം കേൾക്കുന്നു, അത് വേണ്ട. ശബ്ദം തിരിച്ചറിയണം. നമ്മൾ ആദ്യം കഴിഞ്ഞാൽ മറ്റേ കേൾക്കാത്തതിന് ഇജാബത്ത് ചെയ്യാമെന്ന് പറഞ്ഞ മസാല കേട്ടതിനോട് തുറന്നുകൊണ്ടാണ്. ബാങ്ക് എന്തോ ഒരു മൂളിച്ച കേടുന്നോ കേൾക്കുന്നുണ്ട്, അത് നമുക്ക് ഇജാബത്ത് ഏതാ വാക്ക് കിട്ടൂല്ലല്ലോ. അപ്പോൾ ബാങ്കിൻ്റെ ഇജാബത്ത് കേട്ടതിനും കേൾക്കാത്തതിനും സുന്നത്താണ്. എത്ര ബാങ്കുണ്ടെങ്കിൽ എല്ലാത്തിനും സാധിക്കുമെങ്കിൽ ഇജാബത്ത് ചെയ്യൽ സുന്നത്താണ്. ആദ്യത്തെ ശക്തിയായ ഇജാബത്ത് ചെയ്യൽ ശക്തിയായ സുന്നത്താണ്. പിന്നെ ബാങ്കിൽ പിന്നെ
അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാവണം. അള്ളാഹു സുക്കൂൻ റാക്ക് സുക്കൂൻ ചെയ്യുക, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. അതില്ലെങ്കിൽ രണ്ടാമത് നമ്പർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. അത് മൂന്നാം നമ്പർ, അത് ശരിയല്ല, അത് നന്നല്ല. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ചേർത്താ പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മകൊണ്ട് പറയുക. അതാണ് ശക്തിയായ സുന്നത്ത്. പിന്നെ ഈ ബാങ്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.